ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും വരുമ്പോഴും ഈ എക്സാമിനേഷൻ എങ്ങനെ ക്വാളിഫൈ ചെയ്യാം, ഈ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഇതെങ്ങനെ എഴുതിയെടുക്കാം, പ്രിപ്പയർ ചെയ്യാം, സ്ട്രാറ്റജി ചെയ്യാം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളൊക്കെ ചോദിച്ചതുപോലെ തന്നെ എങ്ങനെ എക്സാമിനേഷൻ എഴുതാണ്ട്, ഒരു പരീക്ഷയും എഴുതാണ്ട് ഒരു സർക്കാർ ജോലി കിട്ടുന്നത് എങ്ങനെ കിട്ടാം, അതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ജോലി എങ്ങനെ കിട്ടാം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണല്ലേ. അപ്പോൾ നിങ്ങൾക്കായിട്ടാണ് ഈ വീഡിയോ. എക്സാമിനേഷൻ എഴുതാണ്ട് അതും 10th ലെവൽ ക്വാളിഫിക്കേഷനോടെ കിട്ടുന്ന ഒരു ജോലി, അതെവിടെ തന്നെയാണ്? പോസ്റ്റൽ ഓഫീസിന്റെ കീഴിൽ വരുന്ന ജോലിയാണ് അല്ലേ. പോസ്റ്റൽ സർവീസിന്റെ കീഴിൽ വരുന്ന നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് GDS വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട്, 2024 വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും എന്തൊക്കെയാണ് ആ യോഗ്യതയെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയണമല്ലോ അല്ലേ. കാരണം ഒരു ജോലി ചുമ്മാ തരത്തില്ല എന്ന് നിങ്ങൾക്കും അറിയാം. എന്തെങ്കിലും ഒരു കാര്യം അവിടെ കാണുമല്ലോ അല്ലേ. ഒരു ജോലി തരണമെങ്കിൽ അവിടെ നിങ്ങൾ പാലിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ GDSന്റെ ന്യൂ വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. 2024 ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ വരുന്ന ജോബാണ്. അപ്പൊ അതെന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, GDS ഗ്രാമീൺ ഡക് സേവക് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഹിന്ദിയിൽ പറയുമ്പോൾ നമ്മൾ ഗ്രാമീൺ ഡക് സേവക്, നമ്മുടെ കത്തൊക്കെ മെയിലൊക്കെ കൊണ്ടു കൊടുക്കുന്ന പോസ്റ്റ് മാൻ പോലെ ഉള്ളൊരു പോസ്റ്റ് ഓഫീസാണ് ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റിലേക്കുള്ള ആ ഒരു ജോലി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് ഓഫീസ് മാൻ എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്ക് തന്നെയാണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പൊ വിളിച്ചിട്ടുള്ളത് ഇപ്പൊ എന്താണ്, ഒരു 3 ലെവലിലേക്ക് വിളിച്ചിട്ടുണ്ട്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നുള്ള രീതിയിലും വിളിച്ചിട്ടുണ്ട്, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന രീതിക്കും വിളിച്ചിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് നമ്മുടെ ദക് സേവക് എന്ന് പറഞ്ഞാൽ എന്താണ്, കത്തൊക്കെ കൊണ്ട് കൊടുക്കുന്ന നമ്മളെ ഈ പോസ്റ്റ് മാനിനെ പോലെയുള്ള ഒരു വർക്കിലേക്കാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു 3 സംഭവങ്ങളിലേക്കാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, GDS വിളിച്ചിട്ടുള്ളത്. GDS എന്ന് പറഞ്ഞാൽ ഗ്രാമീൺ ദക് സേവക് ആണ്. പക്ഷെ അതിന്റെ കീഴിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ദക് സേവക് ഉണ്ട്. ഇതെല്ലാം എങ്ങനെയാണ്, പരീക്ഷ എഴുതാണ്ടാണല്ലേ. അപ്പൊ എന്താ അവിടെ യോഗ്യത എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇത്രയും പോസ്റ്റിലേക്കാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. 3 പോസ്റ്റാണ്, പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ, ദക് സേവക്. ഓക്കെ, അപ്പൊ പോസ്റ്റ് ഓഫീസിന്റെ കീഴിൽ വരുന്ന ജോലിയാണ് കേട്ടോ. പോസ്റ്റ് ഓഫീസിന്റെ കീഴിൽ വരുന്ന ജോലിയാണ്. അപ്പൊ മിനിമം ക്വാളിഫിക്കേഷൻ നമ്മളെല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെ എന്താണ്, മിനിമം ക്വാളിഫിക്കേഷൻ എത്ര മതിയടാ നമുക്ക്? 10th പാസ് മതി. 10th പാസ്സാണ് നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 to 40 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് വലിയൊരു സന്തോഷമാണ് അല്ലേ. 18 വയസ്സ് നമ്മുടെ 10th ക്വാളിഫിക്കേഷൻ മതി. അതുപോലെ തന്നെ 18 to 40 വയസ്സ് വരെ ഉള്ളവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ എന്തും കൂടെ ഉണ്ട്, ഏജ് റിലാക്സേഷനും കൂടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ SC ST ആണെങ്കിൽ എത്ര വർഷത്തിന്റെ റിലാക്സേഷൻ ഉണ്ട്? 5 വർഷത്തിന്റെ റിലാക്സേഷനും. OBC ആണെങ്കിൽ നമുക്ക് എത്ര വർഷത്തിന്റെ റിലാക്സേഷൻ ഉണ്ട്? 3 ഇയേഴ്സ് റിലാക്സേഷനും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ജോലിയൊക്കെ ഇല്ലാണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് എന്ത് ചെയ്യും, കുറച്ച് പോസിറ്റിവിറ്റി ആണല്ലേ കിട്ടുന്നത്. പക്ഷെ എന്താണ്, അത്ര നിസ്സാരത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മൾ എന്നോ ചെയ്ത ഒരു നന്മയുടെ പുറത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മൾ പഠിച്ചിരുന്നു, ഒരു സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫലം കിട്ടുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ആലോചിക്കുക. അപ്പോൾ SC ST 5 വർഷത്തിന്റെ റിലാക്സേഷൻ ഉണ്ട്. 40+5 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 3 വർഷത്തിന്റെ റിലാക്സേഷൻ. അപ്പം 40+3 43 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം ഏജ് എത്രയാണ്? 18 ആണെന്ന് മാത്രം. +2 കഴിഞ്ഞ എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ക്വാളിഫിക്കേഷൻ എന്താണ്? 10th ക്ലാസ് പാസ്സായിരിക്കണം. അത് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. 10th ക്ലാസ് പാസ്സാണോ, നിങ്ങൾ ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്തോളൂ എന്നുള്ള കാര്യം. പിന്നെ ഉള്ള ഒരു കണ്ടീഷനാണ് നമ്മുടെ ലാംഗ്വേജ്. നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താണ്, മലയാളീസ് ആണ് അല്ലേ. അപ്പം മലയാളം, കേരളത്തിൻ്റെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് എന്താണ്, മലയാളമാണ്. അപ്പം മലയാളം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ 10th ക്ലാസ് വരെയുള്ള സിലബസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ മലയാളം ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച ഒരാളായിരിക്കണം. അല്ലാണ്ട് നിങ്ങൾ അതിന് പകരം ഇപ്പം സാൻസ്ക്രിറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മലയാളം നിങ്ങൾ എന്ത് ചെയ്യണം, 10 വരെ ഉള്ളതിൽ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കുകയും വേണം. നന്നായിട്ട് എഴുതാനും വായിക്കാനും മലയാളം നല്ലപോലെ അറിയുന്നുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത എന്താ, നമ്മുടെ വേക്കൻസീസ്. ഇപ്പം എത്ര വേക്കൻസീസ് ആണ്? ഓൾ ഇന്ത്യ പോസ്റ്റ് ആണ് കേട്ടോ, പോസ്റ്റൽ സർവീസ് അല്ലേ. അപ്പോൾ ഓൾ ഇന്ത്യ വേക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 44,228. ഓക്കെ, 44,228 വേക്കൻസീസ് ഓൾ ഇന്ത്യ ലെവലിൽ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ
ഇത്രയും വേക്കൻസിയാണ് ഓൾ ഇന്ത്യയിൽ വിളിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിന് എത്രയാണ്? കുഞ്ഞു കേരളത്തിന് 2433 2433 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അതായത് പോസ്റ്റൽ സർവീസിലേക്ക് ഇത്രയും 3 പോസ്റ്റിലേക്ക് തന്നെ 2433 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. വിത്തൗട്ട് എക്സാമിനേഷൻ ഇല്ലാണ്ട് ഇത്രയും വാക്കൻസി വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ലക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്ത വാക്കൻസീസ് വരുന്നത് നമ്മുടെ ജനറൽ കാറ്റഗറിക്ക് എത്രയാണ്? 1326 വാക്കൻസി ഉണ്ട്. നോർമലി ജനറലിന് എപ്പോഴും കുറഞ്ഞു വരുന്നു എന്നുള്ള സങ്കടം തന്നെ ഇവിടെ തീരുകയാണ്. ജനറൽ കാറ്റഗറിക്ക് എത്രയുണ്ട്? 1326 വാക്കൻസി ഉണ്ട്. OBCക്ക് 581 വാക്കൻസി ഉണ്ട്. SCക്ക് 190 വാക്കൻസി ഉണ്ട്. STക്ക് 44, അതുപോലെ EWSന് 285. എടാ നമ്മളിപ്പോൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പേടിക്കണം. അയ്യോ വേക്കൻസി ഇല്ലല്ലോ, നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ കുറേ കാര്യം ചിന്തിക്കണം. ഇവിടെ എന്താണ്, എക്സാമിനേഷൻ പോലും ഇല്ലാത്ത ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തുകൂടെ? കാരണം ഇത്രയും വാക്കൻസിയോ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. URന് 1326 നല്ല കൂടുതലാണ്. അത് തന്നെ ഉണ്ടല്ലോ. ബാക്കി നമ്മളിപ്പോൾ ഓരോ റീജിയണൽ ബേസ് ആണ്, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് ബേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാക്കൻസീസ് പറയുന്നത്. കാരണം ഇത്രയും വാക്കൻസി ഉള്ളതിൽ ഓരോ സ്റ്റേറ്റ് ഉണ്ട്. നമ്മുടെ 24 സ്റ്റേറ്റ്സോ അല്ലെങ്കിൽ അത്രയും സ്റ്റേറ്റും കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ വാക്കൻസി 2433 ആണ്. അത്യാവശ്യം കൂടുതൽ തന്നെയാണെന്ന് എന്നെ വിചാരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ആലോചിക്കേണ്ട പിന്നെയുള്ള കാര്യം എന്താണ്? പിന്നെയുള്ള കാര്യം ഇതെങ്ങനെ ഇത്ര ഈസി ആയിട്ട് കിട്ടുമോ എന്ന് നിങ്ങൾ ചിന്തിക്കൂലേ? ഇത്ര ഈസി ആയിട്ട് കിട്ടുമോ? ഒരു എക്സാമിനേഷനും ഇല്ലാണ്ട് നമ്മൾ ഇത്രയും നല്ലൊരു പോസ്റ്റിൽ എത്തണം, അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി കിട്ടണം, അത് ചുമ്മയായിരിക്കത്തില്ല. എന്താ അവിടെ നോക്കുന്നത്? 10th ക്വാളിഫിക്കേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? 10th ക്വാളിഫിക്കേഷൻ ആണെന്ന് പറയുമ്പോൾ 10th എന്തായിരിക്കും നോക്കുന്നത്? മാർക്കായിരിക്കും നോക്കുന്നത്. എന്തായിരിക്കും നോക്കുന്നത്? 10ലെ മാർക്കായിരിക്കും. SSLC പാസ്സായപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്കായിരിക്കും നോക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കുകയല്ലേ, എല്ലാവർക്കും 10ന് 10 A+ ഉണ്ട്, അല്ലെങ്കിൽ 9 A+ ഉണ്ട്. ഏകദേശം എല്ലാവർക്കും 90 എബോവ് മാർക്കുണ്ട്. പക്ഷേ ഇത്രയും ഏജിന് മുമ്പ് നമ്മളൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് നമുക്ക് അത്ര കിട്ടിയോന്ന് അറിയത്തില്ല. എന്നാലും കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കാണ് ലക്ക്. ശരിക്കും പറഞ്ഞാൽ 90 എബോവ് മാർക്കുള്ളവർ, 90 എബോവ് മാർക്ക് മേടിച്ചവരാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. ധൈര്യമായിട്ട് അപ്ലൈ എന്ന് വെച്ചാൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. എന്നാലും അവരുടെ ഒരു കണ്ടീഷനിങ്, ഇത്ര വാക്കൻസി അല്ലേ വരുന്നത്, ഒരുപാട് പേര് അപ്ലൈ ചെയ്യും. നിങ്ങൾ ഈ കാണുന്നവർ മാത്രമല്ല, ഇതിനേക്കാളും ആൾക്കാർ അപ്ലൈ ചെയ്യും. കേരളത്തിലെ എല്ലാവരും നമ്മുടെ ഈ വില്ലേജിലൊക്കെ, നമ്മുടെ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരൊക്കെ നേരത്തെ അറിഞ്ഞു കാണും ഈ ഒരു കാര്യമൊക്കെ. അപ്പോൾ അവർക്കൊക്കെ നേരത്തെ ചെന്ന് അവരെന്ത് ചെയ്യും, ഓടിപ്പോയി അപ്ലൈ ചെയ്ത് കാണും. എന്നാലും മനസ്സിലാക്കുക, എത്രയാണ്? 90 എബോവ് മാർക്കാണ് പറയുന്നത്. അതായത് 100% വിജയം. നമ്മുടെ ഫുൾ A+ കിട്ടിയവർക്കൊക്കെ നല്ല പ്രതീക്ഷയാണ്. കാരണം കിട്ടുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. അല്ലെങ്കിൽ 90% എൻ്റെ എബോവ് വാങ്ങിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിൽ സെറ്റ് ചെയ്യുക. ഇത്രയും ഉള്ളവർക്കാണ് എപ്പോഴും ചെയ്യുന്ന പ്രയോറിറ്റിയാണ് കേട്ടോ. അത് കാരണം എക്സാമിനേഷൻ ഇല്ലല്ലോ. അപ്പം നിങ്ങളുടെ മാർക്ക് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? 10th ബേസിസിലാണ്. 10th ബേസിസിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ അത്യാവശ്യം നല്ല മാർക്ക് വേണം. കാരണം 10th പഠിച്ചിറങ്ങുന്ന എത്ര കുട്ടികളാണ് ഉള്ളത് നിങ്ങൾക്കും അറിയാവുന്നതാണ്. എല്ലാവരും 10th ക്വാളിഫൈ ആവരായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? 90 എബോവ് ആണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, 90 എബോവ് ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അത്യാവശ്യം നല്ല സാലറി പാക്കേജിലൂടെയാണ് എല്ലാ പോസ്റ്റും വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സാലറി പാക്കേജിലാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്കാണ് അവിടുത്തെ മെയിൻ ഒരു കാര്യമായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത്. അപ്പോൾ ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എന്നാണ് ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയത്? ഇന്ന് 16 15-ാം തീയതിയാണ് ഓപ്പൺ. ഇന്ന് 17 15-ാം തീയതി തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. 15-ാം തീയതി ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ അപ്ലൈ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 15-ാം തീയതി തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതായത് 2 ദിവസം കഴിഞ്ഞു, സ്റ്റാർട്ടായി 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓടിപ്പോയി അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് എന്നാണ്? 5th ഓഗസ്റ്റിനാണ്. 5th ഓഗസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 90% എബോവ് ആണ് ഇല്ലെന്നെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്തിടുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഒരു ലക്ക് കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജോലി ചുമ്മാ കിട്ടുവാണെങ്കിൽ അത് കിട്ടട്ടെ എന്നുള്ള രീതിയിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം എന്താ, ഫീസ് വലുതായിട്ടൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് UR കാറ്റഗറി ആണെങ്കിൽ 100ഉം മെയിൽ കാൻഡിഡേറ്റ്സിനും 100 ആയിരിക്കും കേട്ടോ. UR മെയിൽ കാൻഡിഡേറ്റ്സിന് 100 ആയിരിക്കാം. SC ST PWD ഫീമെയിൽ, URും OBCക്കും അങ്ങനെ ആയിരിക്കും കേട്ടോ. URനും OBCക്കും 100 കൊടുത്ത് അപ്ലൈ ചെയ്യണമായിരിക്കും. SC ST PWD ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, ട്രാൻസ് വുമൺ ആപ്ലിക്കൻസിനൊക്കെ എന്താണ്? നില്ലാണ്, പൈസ ഇല്ല. അപ്പം 100 രൂപ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്നും അവിടെ നഷ്ടപ്പെടാനില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ 90 എബോവ് ആണ് നിങ്ങളുടെ മാർക്കെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അപ്ലൈ ചെയ്തിടുക. ഇതിൻ്റെ സാലറി പാക്കേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ബ്രാഞ്ച് നമ്മുടെ മാസ്റ്ററായിട്ട്, പോസ്റ്റ് മാസ്റ്ററായിട്ടാണ് മാറുന്നതെങ്കിൽ അവരുടെ സാലറി ഏകദേശം 12,000 മുതൽ 29,000 വരെയൊക്കെ
വരുന്നുണ്ട് കേട്ടോ. 29,000. ഇതെന്താണ് ഇപ്പം നമ്മൾ ഓരോ മാസം അല്ലെങ്കിൽ ഓരോ വർഷം കഴിയും തോറും 3% വെച്ച് ഇതിൻ്റെ എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. എന്ത് കേന്ദ്ര സർക്കാർ ഗവൺമെൻറ് ജോലി ആയാലും നമുക്ക് എന്തുണ്ടാവും, ഈ പേയ്മെൻറ്റ് അഡീഷണൽ പേയ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് 12,000 ആണെന്ന് പറഞ്ഞ് ഒതുങ്ങി പോകത്തില്ല, ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് വന്ന് കൂടി തന്നെ ഇരിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ കേട്ടോ, പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ, അസിസ്റ്റന്റ് ബ്രാഞ്ച് ഓഫീസർ ആണെങ്കിൽ പോസ്റ്റ് മാസ്റ്റർ ആയി കിട്ടണമെങ്കിൽ അത്. അല്ലാതെ ഗ്രാം സേവക ഉണ്ടല്ലോ, ഗ്രാം സേവക ആണെങ്കിൽ ഏകദേശം 10,000 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 10,000 to 25,000 അകത്താണ് കിട്ടുന്നത് കേട്ടോ. അത് ഗ്രാം സേവക്, നമ്മൾ പോസ്റ്റ് ഓഫീസിന് പോസ്റ്റ് മെയിലൊക്കെ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന ആളല്ലേ, അതുകൊണ്ട് 10,000. എന്നാലും ഇൻക്രിമെൻറ്റ്സ് അവിടെയും ഉണ്ട്. ഇതെന്തായാലും കൂടി തന്നെ വരും. അപ്പം എന്തായാലും ഒരു ജോലി ഇല്ലാതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമുക്കിപ്പം ഒരു പെട്ടെന്ന് ഒരു ജോലി എന്നുള്ള ഒരു രീതിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിടുന്നതിന് ഒരു തെറ്റുമില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് വരുന്നത്. പോസ്റ്റ് ഓഫീസിൽ GDS അപ്ലൈ ഓൺലൈൻ ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിലിനി എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ 5-ാം തീയതി വരെയാണ്, August 5 വരെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, https India Post GDS online.gov.in. നമ്മൾ നോർമലി SSC ഇതൊക്കെ ചെയ്യുന്ന പോലെ .gov.in എന്ന് പറയുന്ന പോലെ ഇന്ത്യൻ പോസ്റ്റ് GDSന്റെ പോസ്റ്റാണ് വിളിച്ചിട്ടുള്ളത്. ഇന്ത്യൻ പോസ്റ്റിലുള്ള GDS online.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക, അത് അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇങ്ങനെ ഒരു പേജ് കേട്ടോ, ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇങ്ങനെ ഒരു പേജ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് 1 ആയിട്ട് എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ സ്റ്റേജ് 1 രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും, കുറേ ചാറ്റ് ഇങ്ങനെ ബോക്സ് പോലെ കാര്യങ്ങൾ വരും. അത് വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു വാലിഡ് ഇമെയിലും നിങ്ങളുടെ നമ്പർ, മൊബൈൽ നമ്പർ, ഇതെല്ലാം കുറേ ഡീറ്റെയിൽസ് ചോദിക്കും. നമ്മൾ രജിസ്ട്രേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, രജിസ്ട്രേഷൻ കൊടുക്കുക. രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, കുറേ ടാബ്സ് ഓപ്പൺ ആയി വരും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതെല്ലാം ഫില്ല് ചെയ്യണം. നിങ്ങളുടെ നെയിം, നിങ്ങളുടെ സെക്കൻഡറി, അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫാദേഴ്സ് നെയിം, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എവിടെയാണ്, കേരളയിലാണെങ്കിൽ കേരളയിലാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞെങ്കിൽ കേരളയിൽ. ഇതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റ് സ്ഥലങ്ങളിലും വേക്കൻസീസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ആ ലാംഗ്വേജ് അത്രയും അറിഞ്ഞിരിക്കണം. ആ ലാംഗ്വേജ് അറിയാമെങ്കിൽ നിങ്ങൾ ആ ഒരു ഭാഷ പഠിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് വേറെ വേക്കൻസീസ് വന്നാലും നമുക്കിപ്പോൾ തമിഴാണെങ്കിൽ തമിഴ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പേപ്പറായിട്ട് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യമുണ്ട്. അപ്പം നിങ്ങൾ എന്താണോ റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് പഠിച്ചത് അതിൻ്റെ കാര്യമൊക്കെ പറയുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നിങ്ങളൊരു വാലിഡ് ഇമെയിൽ ID-യും പാസ്വേഡും സെറ്റ് ചെയ്യുക. ആ ഒരു സമയത്ത് വാലിഡ് ഇമെയിൽ ID-യും പിന്നെ നമ്പർ, മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു പാസ്വേഡും കൂടെ സെറ്റ് ചെയ്ത് വെക്കും. ഇത് കഴിഞ്ഞ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, അപ്ലൈ ഓൺലൈൻ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഇമെയിൽ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു. അത് കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, ഈ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇതിൻ്റെ ഫോം കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളുടെ പേര്, നമ്മുടെ നമ്മളെന്താ മെയിലാണോ ഫീമെയിലാണോ, ഡേറ്റ് ഓഫ് ബർത്ത്, SSLCയുടെ മാർക്ക്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫീ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഒരു ഫോട്ടോ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് ഇത്ര സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തുള്ള അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലിരുന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുകയോ എങ്ങനെയെങ്കിലും ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഫീ പേയ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പം പറഞ്ഞ SC ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ എന്തില്ല, ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിനൊക്കെ പൈസ ഇല്ല. അതേസമയം ബാക്കി UR OBC പോലുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ എന്തുണ്ട്, പൈസയുണ്ട്. ഓക്കെ, 100 rupees ആണുള്ളത്. അപ്പം നിങ്ങളൊരു ബൈ ചാൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലക്ക് ഫാക്ടർ പോലെ നിങ്ങൾക്കൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് പരീക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. ഒരു എക്സാമിനേഷൻ എഴുതി കിട്ടുന്നതിനേക്കാളും എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചിലപ്പോൾ കിട്ടിയാലോ, ആ ഒരു രീതിക്ക്. എന്നാലും നമുക്കറിയാം ഒരു പോസ്റ്റൽ സർവീസാണ്, ഇത്ര ഒരു ലിമിറ്റേഷൻസ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റെഡി ആയിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം ഒരു എക്സാമിനേഷൻ എഴുതാണ്ട് ഒരു ജോലിയിലേക്കുള്ള ഒരു വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അല്ലാണ്ട് എല്ലാം എന്ത് ചെയ്യണം, എക്സാമിനേഷൻ എഴുതിയേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു വഴി ഉണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ ഡേറ്റിന് മുമ്പ് തന്നെ August 5 മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു, ബൈ ബൈ.